എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ലയേഡ് ജ്യൂസ് ഉണ്ടാക്കാം. ഇത് ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ലയേഡ് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി, അതുപോലെ പച്ച കളറിലുള്ള മുന്തിരി, പിന്നെ ഒരു ഓറഞ്ചും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് സ്ട്രോബെറി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മഹാബലേശ്വർ ഇപ്പോൾ വാങ്ങിച്ചതായിരുന്നത്. അതിൻ്റെ വ്ളോഗ് വരുന്നുണ്ട്. അവിടെ ഫാമിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അവരുടെ. എല്ലാ സ്ട്രോബെറിയും നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സ്ട്രോബെറി എല്ലാം ഈ മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര അല്ലാന്നുണ്ടെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്ട്രോബെറി നല്ല മധുരമുള്ള സ്ട്രോബെറി തന്നെയാണ്, പുളിയൊന്നുമില്ല തീരെ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ സ്ട്രോബെറി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേനും കൂടിയും ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. മധുരം കുറച്ചും കൂടി ആവാമെന്ന് തോന്നി. ഇതിനെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള സ്ട്രോബെറി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതാണ്. ഇനി ഇതും വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് അടിച്ചെടുക്കണം. ഞാനിനി ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിതിലേക്ക് തേൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മുന്തിരി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഓറഞ്ചാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. ഓറഞ്ചിന് കുരു മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാം കേട്ടോ. ഒഴിച്ചു കൊടുക്കണില്ല, ഇതിങ്ങനെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഓറഞ്ച് ജ്യൂസും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരച്ചെടുക്കണില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെയാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കാം. ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം ഞാൻ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ തേൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച സ്ട്രോബെറി ജ്യൂസില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഇതുപോലെ വശങ്ങളിലൂടെ മാത്രം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ജ്യൂസ് 2 ലെയറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ഞാൻ ഒഴിക്കുന്നത് മുന്തിരി ജ്യൂസാണ്. ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്പൂൺ വെച്ച് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ അടുത്ത ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പതുക്കനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ലയേഡ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്.
ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക, അതുപോലെ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുക. ഈ ജ്യൂസ് തണുപ്പോട് കൂടി ആയിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ജ്യൂസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്തി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കണ ഫ്രൂട്ട്സ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.